ജലോത്സവങ്ങളിലെ ഏറ്റവും വലിയ വള്ളംകളിയാണ് നെഹ്റു ട്രോഫി. 1952 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ച അവസരത്തിൽ കളിവള്ളങ്ങളുടെ അകമ്പടിയോടെ അദ്ദേഹത്തെ ആലപ്പുഴയിലെ ജനത, കുട്ടനാടൻ ജനത വരവേറ്റതിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം തിരികെ ഡൽഹിയിൽ പോയ ശേഷം അയച്ചു കൊടുത്ത ആ ട്രോഫി, ആ സ്മരണ നിലനിർത്താൻ വേണ്ടി നടക്കുന്ന ഈ ജലോത്സവം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സ്പോർട്സ് ഇനമാണ്. വഞ്ചിതുഴയൽ ഏറ്റവും ആയാസകരമായ ഒന്നാണ്. പണി ചെയ്യുന്നതിൻ്റെ അധ്വാനം അറിയാതിരിക്കാനായി പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന നാടൻ പാട്ടുകളും വായ്ത്താരികളും വാമൊഴികളും അതിൻ്റെ ഒരു പരിണിത രൂപമാണ് ഇന്ന് വള്ളങ്ങളിൽ ഉപയോഗിക്കുന്ന നാടൻ ശീലുകൾ. ഒരു സർവമത സാഹോദര്യത്തിൻ്റെ ഒരു ലക്ഷണം, ഒരു രൂപം, അതിൻ്റേതായ ഒരു ഐക്യം, ഒരു ഇൻ്റഗ്രിറ്റി, ഒരു സംയോജനം, സർവ മതങ്ങളുടെയും ഒരു വ്യത്യാസങ്ങളുമില്ലാതെയുള്ള ആളുകളുടെ ഐക്യത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് ഇതുപോലുള്ള പാട്ടുകളും വള്ളംകളിയും. മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് തൊട്ട് മുമ്പ് അമ്പലങ്ങളിലും പള്ളികളിലും പോയി വള്ളത്തേൽ മാലയിട്ടിട്ട് മത്സരത്തിനെത്തുന്നതും ട്രോഫി ഇന്ന് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒന്നായി മാറിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ധാരാളം സഞ്ചാരികൾ, ധാരാളം കായിക പ്രേമികൾ ഈ വള്ളംകളി കാണാനായിട്ട് എത്തുന്നുണ്ട്. ഇത് ആഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് സ്ഥിരമായി ഈ മത്സരം നടക്കുന്നത്. ഇത് ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു മത്സരം കൂടിയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ധാരാളം ആളുകൾ ഈ മത്സരത്തിൽ കൃത്യമായി ടൂറിസ്റ്റുകളടക്കമുള്ള ആളുകൾ എത്താറുണ്ട്.